നന്മ സർഗ വനിതാ സംസ്ഥാന സമ്മേളനം ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി പയ്യന്നൂർ കാർഷിക വികസന ബാങ്കിൽ നിന്നും. പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്. നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ് നന്മയുടെ മഹിളാ വിഭാഗമായ നന്മ സർഗ വനിതാ സംസ്ഥാന സമ്മേളനം പയ്യന്നൂർ ആരാധന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സംഘാടക സമിതി ചെയർമാൻ എം പ്രസാദ് സ്വാഗതവും പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പി ശ്യാമള അധ്യക്ഷതയും വഹിച്ച പരിപാടി ആക്ടിവിസ്റ്റും സിനിമാ താരവുമായ ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു. സാക്ഷ്യപ്പെടുത്തി ഈ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. പേരാണ് പെണ്ണ് എന്ന് ഏറ്റവും സർക്കാസത്തോടെ, ഏറ്റവും വലിയ വിമർശനത്തോടെ കവി എഴുതിയ വാക്കുകളും വരികളുമാണെങ്കിൽ പോലും അത് ഏറ്റുപറയാൻ ഞങ്ങൾക്കാവില്ല എന്ന് പ്രഖ്യാപിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ഗ്രൂപ്പിന്റെ സംസ്ഥാന സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. കലാകാരന്മാർക്ക് മാത്രമാണ് അത് ഹൃദയത്തിലെടുത്ത് പറയാൻ പറ്റും, അല്ലേ? ബാക്കി തലച്ചോറിലെടുക്കും, ബുദ്ധിയിലെടുക്കും, പ്രജ്ഞയിലെടുക്കും, സമരത്തിലെടുക്കും, ആയുധത്തിലെടുക്കും, എല്ലാവർക്കും എടുക്കും. പക്ഷെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് സിരകളിലോടുന്ന രക്തധമനികളിലൂടെ ഒഴുകുന്ന പ്രവാഹമായിട്ട് ഒരു സമരം നയിക്കാൻ ഈ ലോകത്ത് ഒരു വിഭാഗമേ ഉള്ളൂ, കലാകാരന്മാരാണ്. അതിൽ സാധാരണക്കാരായി നാടിന്റെ ഞരമ്പുകളിലേക്ക് വേരിറങ്ങുന്ന പോലെ ആഴ്ന്നിറങ്ങുന്ന നാട്ടോരങ്ങളിലെ നാട്ടുകലാകാരന്മാരുടെ കൂട്ടായ്മയാണ് നന്മ. താരപ്രഭ ചൊരിഞ്ഞ് വിഹായസിന്റെ അതിരുകൾ തേടി നടക്കുന്ന നക്ഷത്ര ശോഭകളല്ല ഇന്ന് ഈ വേദിയിൽ ഒത്തുചേരുന്നത്. പകരം സ്വന്തം നാടിന്റെ അറിവുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇനിഞ്ഞിനിഞ്ഞ് ഒന്നു മതി, ഒരാള് മതി എന്നെ കേൾക്കാൻ, ഒരു കാത് മതി എനിക്ക്, ഒരു കാതോരം മതി എനിക്ക്, ആ കാതോരത്തിലൂടെ ഹൃദയത്തിലേക്ക് ഞാൻ സമ്മതിക്കും എൻ്റെ നാടിന് വേണ്ടി എൻ്റെ കരളിൽ അലിഞ്ഞ, എൻ്റെ കണ്ണീരിൽ അലിഞ്ഞ കഥ എന്ന് പറയുന്ന കലാകാരന്മാരാണ് ഇന്നിവിടെ കൂടുന്നത്. ഇതാണ് കലയുടെ സത്യം. കല മിഥ്യയാണ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പുതിയ പഠനങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം നടക്കുമ്പോൾ ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ പരിതപിക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ കലയ്ക്ക് കണ്ടന്റ് ഇല്ല എന്നുള്ളതാണ്. ഇതിൽ ആവിഷ്കരണത്തിന്റെ ഘട്ടത്തിലും അത് തട്ടിലേക്ക് വരുന്ന ഘട്ടത്തിലും ഇതെന്താവും എന്നൊരു ഉറപ്പില്ലാതെയാണ് എല്ലാ കലാകാരനും അവതരിപ്പിക്കുന്നത്. എൻ്റെ കല അങ്ങ് ഗംഭീരമാണ്, ഇത് വിജയക്കൊടി പാറിച്ചിരിക്കും, ഇതങ്ങ് ഏറ്റിരിക്കും, അതൊരു ആത്മവിശ്വാസം, ധൈര്യത്തിൽ നമ്മൾ പോകുമെങ്കിലും നമുക്കറിയാം ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത് എങ്ങനെയാവും? ഈ ഒരു ചോദ്യമുള്ള കലയ്ക്ക് മാത്രമേ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. പിന്നീട് പൂർത്തീകരിക്കണമെങ്കിൽ ഇതെങ്ങനെയാവും എന്നുള്ളൊരു ശൂന്യമായ ഒരു വരി അവിടെ അവശേഷിപ്പിച്ച് പോകുന്ന കലയാണ് എന്തെങ്കിലും അനക്കം സൃഷ്ടിക്കുന്ന, മാറ്റം സൃഷ്ടിക്കുന്ന, സംവേദനശേഷിയുള്ള ഒരു മാധ്യമമായി മാറും. അവിടെയാണ് കണ്ടന്റ് പ്രധാനമാകുന്നതും അവിടെയാണ് ഈ കണ്ടന്റ് എത്തേണ്ടുന്ന ആസ്വാദകരാണ് കലയെന്ന മിഥ്യയെ കല എന്ന് പറയുന്ന പ്രയോഗ സത്യമാക്കി മാറ്റുന്നത്. 2025 കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും നന്മ സർഗ വനിതാ സംസ്ഥാന പ്രസിഡന്റും സിനിമാ താരവുമായ സി രമാദേവിയെ വേദിയിൽ വെച്ച് ആദരിച്ചു. അവിടെ എൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റിന് ഈ ജില്ലയുടെ ആദരമായിട്ട് ഇങ്ങനെ ഒരു ആദരം കൊടുക്കാന്ന് പറഞ്ഞാൽ അവരെൻ്റെ മനസ്സിൽ തന്നെ ആരാധിയായിട്ട് നിൽക്കുകയാണ്. അതെൻ്റെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ ആ ആരാധന കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അളവ് രഹിതമായിട്ടുള്ള ഒരാരാധനയും ഒരടുപ്പവും സ്നേഹവും ഞങ്ങൾ തമ്മിലുണ്ട്. പാരസ്പര്യത്തിൻ്റെ പരമമായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഞങ്ങൾക്കിടയിൽ ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട രമാദേവിക്ക് ഇനിയും ആകാശത്തോളം കടലോളം കടലാഴങ്ങളോളം ഉയരമുള്ള ആഴമുള്ള അവാർഡുകൾ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പുതിയ കാലഘട്ടം നേരിടുന്ന കലാലോകത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി 200ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. നന്മ സർഗ വനിതാ സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ ജാനമ്മ കുഞ്ഞുണ്ണി, ജലജ മാങ്ങാട്, സി രമാദേവി, ഷീലാമണി, വിൽസൺ സാമുവൽ, സേവ്യാർ പുൽപ്പാട്ട്, രവി കേച്ചേരി, അജിത് കുമാർ ഗോത്തുരുത്ത്, എം ടി അന്നൂർ, എം പ്രദീപൻ,
KV മോഹനൻ, AK ശ്രീജ, ദിവ്യ കരിപ്പത്ത്, സുമ NV, VTK കണ്ടോത്ത്, KV മോഹനൻ, സുജയ PM തുടങ്ങിയ നിരവധി പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. നന്മ സർഗ വനിതാ സംസ്ഥാന കമ്മിറ്റി അംഗം C ഉമാദേവി നന്ദിയും പറഞ്ഞു. തുടർന്ന് തെരഞ്ഞെടുപ്പ്, ഭാവി പരിപാടികൾ, കലാപരിപാടികൾ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അതിക്രമിച്ചു കടന്ന് ഇവരെ തട്ടിക്കളയാൻ ബോസ്. തട്ടിക്കളയാം. മരിക്കുന്നതിന് മുന്നേ അവസാന ആഗ്രഹം പറഞ്ഞു. തീർച്ചയായും പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക് വേറെ ഓപ്ഷനേ ഇല്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി പയ്യന്നൂർ കാർഷിക വികസന ബാങ്കിൽ നിന്നും. അപ്പൊ എങ്ങനെ വീട് പണി തുടങ്ങുമല്ലേ? പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്.